Hi dears, welcome back. ഇന്ന് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നീർപ്പോരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക്, വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്, ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തതൊന്നും കഴിക്കാൻ പറ്റാത്ത കൊളസ്ട്രോളൊക്കെ ഉള്ള പേഷ്യൻസിന് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൂരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൂരിക്ക് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല. അപ്പോൾ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു ഫോർക്ക് വെച്ചുകൊണ്ട് മാവ് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കുറേ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് ശരിക്കും ഒരു മാവ് ആകുന്ന രൂപത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ നീർപ്പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. മാവ് ലൂസായി പോകരുത്. ലൂസായി പോയാൽ നമ്മളിത് വെള്ളത്തിലിട്ടുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് അലിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മാവ് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. അഥവാ വെള്ളം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു പൂരിൻ്റെ മാവ് നമ്മൾ ഒരുപാട് നേരിട്ട് കുഴച്ചെടുക്കേണ്ട കേട്ടോ. നമ്മൾ മാവ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. മാവ് നമ്മളിതുപോലെ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റും വേണം. അതുപോലെ നമ്മളിതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റാതെ കുറച്ച് കട്ടിയിൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ ഒരു മാവ്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ മാവ് നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലൊരു ഫ്രൈങ് പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട് അല്ലെങ്കിൽ കടല ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഏതാണെങ്കിലും വറുത്തിട്ട് എടുക്കുക. കാഷ്യൂനട്ട് ആണെങ്കിൽ വറുക്കാതെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ബദാമാണ്. ബദാം ഞാൻ വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബദാം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവിന്ന് കുറേശ്ശായിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു പൂരിക്കുള്ള മാവ് നമ്മൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന ആ ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് എല്ലാതും ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. മാവെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 13 ബോൾസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പലകയിൽ ഒരല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് തന്നെയാട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പൂരി വലിയ പൂരി ആക്കിയിട്ടൊക്കെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ ബോൾസല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇത് പരത്തിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. പെട്ടെന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിതിൽ കൂടുതലായിട്ടുള്ള പൊടി ഒന്ന് തട്ടിക്കളയാം. എല്ലാ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂരി ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പോൾ ബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ലേ നമ്മൾ പൂരി ഇട്ട് കൊടുക്കുക. അതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് പൂരി ഇട്ട് കൊടുക്കുക. പൂരി ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നേരെ താഴെ പോകും കേട്ടോ. താഴെ പോയിട്ട് കുക്കായിട്ട് വരുമ്പോഴാണ് ഇത് പൊങ്ങി വരിക. ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും.
പൊങ്ങി വന്ന ശേഷം ഒരു 5 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 സെക്കൻഡും കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പൂരി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇനി പൂരി കുക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മൾ ഈ പൂരി ഇങ്ങനെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് താഴെ പോവില്ല. അപ്പോൾ പൂരി കുക്കായിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ അത് പൊങ്ങി വന്നിട്ടുള്ള ഈ പൂരി നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും നന്നായിട്ട് കളഞ്ഞിട്ട് വേണ്ട എടുക്കാൻ. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ പൂരിയും ഓരോന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കിയെടുക്കാൻ എടുക്കുന്ന അതേ ടൈം തന്നെ ഉള്ളൂ കേട്ടോ. ഈ ഒരു നീർപ്പൂരി ഉണ്ടാക്കിയെടുക്കാനും ടൈം എടുക്കുന്നുള്ളൂ. ഈ ഒരു നീർപ്പൂരിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിട്ടുന്ന റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ പഴമാണെന്നുണ്ടെങ്കിൽ 3 4 എടുക്കട്ടെ ഈ ഒരളവിലേക്ക്. അപ്പോൾ പഴം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പൂരിയിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് തേങ്ങയും ശർക്കരയും കൂടെയുള്ള ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പഴം കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് റോൾ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് റോൾ ചെയ്തെടുക്കുക, പൊട്ടിപ്പോകുന്നില്ല. പൂരി നമ്മൾ റോൾ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. മടക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൊട്ടിപ്പോകുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. എല്ലാ പൂരിയും ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഓരോ പൂരിയും കുക്ക് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ തന്നെ വേഗത്തിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചത് അല്ലെങ്കിൽ ബദാം പൊടിച്ചതോ അല്ലെങ്കിൽ പിസ്ത പൊടിച്ചതോ ഏതോ നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ കുറച്ച് പിസ്ത പൊടിച്ചും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂരി നമ്മൾ മധുരമുള്ള ഫില്ലിങ് വെച്ചിട്ടും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എരിവുള്ള ഫില്ലിങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടും കഴിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇത് നമ്മളൊരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല കേട്ടോ നമ്മൾ ഈ ഒരു പൂരി വെള്ളത്തിൽ വേവിച്ചെടുത്തതാണെന്നുള്ളത്. കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ പൂരിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, എണ്ണയിൽ വറുത്തെടുക്കുന്ന പൂരിൻ്റെ ടേസ്റ്റ് അല്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ ഈ ഒരു നീർപ്പൂരി. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. ഈ ഒരു പൂരി ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വരെ വെച്ചാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവില്ല കേട്ടോ. പിന്നെ ചില ആൾക്കാർ പറയും നിങ്ങൾക്കിത് ആവിയിൽ വേവിച്ചെടുത്താൽ പോരെ, ഇതിപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം കഴിച്ചാലും ചില ആൾക്കാർക്കൊക്കെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു പൂരി ഉണ്ടാക്കി കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്